ഹരി ഓം തത്സത്. ജയ് ഗുരു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാൺമാനിത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ. ധനുമാസത്തിലെ 30 ബുധനാഴ്ച അഥവാ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ കുചേല ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൂടുതലറിയാൻ വീഡിയോ കാണുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സുസ്വാഗതം. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെപ്പറ്റിയും ഭഗവാന്റെ പരമഭക്തനായ സുദാമാവ് അഥവാ കുചേലൻ എന്ന് അറിയപ്പെടുന്ന പരമഭക്തനും ഭഗവാനും വളരെ നാളത്തെ ഇടവേളകൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുദിനമാണ് കുചേല ദിനമായി ആചരിച്ചു വരുന്നത്. വാസ്തവത്തിൽ അന്നായിരുന്നു യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ പഴയകാല സഹപാഠികളായിട്ട് കോളേജ് അലൂമിനികളും ഗെറ്റ് ടുഗദറുകളും വാട്സാപ്പ് കൂട്ടായ്മകളും ഒന്നുമില്ലാതിരുന്ന ആ കാലത്തെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയായിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് പറയുന്നത് തന്നെ നല്ല ഹൃദയമുള്ളവൻ, അല്ലെങ്കിൽ രണ്ട് പേർ തമ്മിൽ അടുക്കുമ്പോൾ അത് ഒരു സുഹൃത്ത് ബന്ധമായിട്ട് വളരുന്നത് പരസ്പരം അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സർവ്വലോകൈകനാഥനായ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുഹൃത്ത് ആവാൻ തക്ക യോഗ്യത കുചേലന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഇതിൽ നിന്ന് തന്നെ കുചേലൻ്റെ മഹത്വം എത്രത്തോളമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാകുന്നു. അപ്പോൾ ഭഗവാനും സുദാമാവും തമ്മിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളായത് എന്ന് അറിയാമോ? ഭഗവാന്റെ വിദ്യാഭ്യാസ കാലത്ത് അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല, ഗുരുകുല സമ്പ്രദായമായിരുന്നല്ലോ. അന്നത്തെ ബോർഡിംഗ് സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ സഹപാഠിയായിരുന്ന ആളായിരുന്നു ഈ സുദാമാവ്. നന്നേ ദാരിദ്ര്യം, ബ്രാഹ്മണ ബാലൻ, ഭഗവാനോടുള്ള ഭക്തിയൊന്നു മാത്രമേ കൈമുതലായി ഉണ്ടായിരുന്നുള്ളൂ. അത് മതിയല്ലോ, ഭക്തിയാണ്. ഭക്തിക്ക് സാധിക്കാത്തതായി അല്ലെങ്കിലും എന്താണുള്ളത്? എന്തായാലും ഗുരുകുലത്തിലെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് രണ്ടുപേരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരികെ പോന്നു. ഭഗവാൻ തൻ്റെ ഗൃഹത്തിലേക്കും കുചേലൻ തൻ്റെ ഗൃഹത്തിലേക്കും തിരികെ പോന്ന് കുചേലൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. വേളിയൊക്കെ കഴിച്ചു, സന്താനങ്ങളൊക്കെ ആയി. പക്ഷേ കുചേലനെ സംബന്ധിച്ച് ഈ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അതുകൊണ്ട് മറ്റ് ലൗകിക കാര്യങ്ങളിലൊക്കെ നന്നേ ശ്രദ്ധ, ഒരു ഉദാസീന മനസ്ഥിതി വെച്ചു പുലർത്തുകയും സദാസമയവും ഭഗവത് ആരാധനയും ഭഗവാന്റെ നാമസങ്കീർത്തനവും ഭഗവത് പൂജയും മറ്റും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. നന്നേ ദാരിദ്ര്യമുണ്ട്. ഗൃഹത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ തന്നെ യാതൊരു വസ്തുവും ഇല്ല എന്ന അവസ്ഥയാണ്. മിക്കപ്പോഴും പട്ടിണിയിലാണ്. പക്ഷേ പതിവ്രതാരത്നമായിരുന്നു കുചേലൻ്റെ ധർമ്മപത്നി. സുശീല എന്നാണ് ആ പത്നിയുടെ പേര്. ഇത്രയേറെ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും തൻ്റെ പതിക്ക് വിരോധം ഒന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ധർമ്മപത്നി കുചേലനോട് കാണിച്ചിരുന്നില്ല. പതി എന്താഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ടു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഭിക്ഷ എടുത്തുകൊണ്ടുവരുന്ന അന്നം കൊണ്ടാണ് അവരുടെ ജീവിതം കഴിഞ്ഞു വന്നിരുന്നത്. നാളുകളേറെയായി ഇങ്ങനെ തന്നെ ദാരിദ്ര്യ ദുഃഖത്തിൽ പെട്ട് ഇങ്ങനെ കഴിഞ്ഞു വരികയാണ്. പക്ഷേ കുചേലനെ സംബന്ധിച്ച് ഈ ദുഃഖമൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതേയില്ല. അദ്ദേഹം സദാസമയവും ഭഗവാന്റെ ആരാധനയിലും പൂജയിലും നാമസങ്കീർത്തനങ്ങളിലുമൊക്കെ മുഴുകി അങ്ങനെ കഴിഞ്ഞു വന്നു. കുടുംബത്തിലെ ദാരിദ്ര്യവും കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങളുമൊക്കെ കണ്ട് സഹിക്കവയ്യാതായി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് ഈ സങ്കടം സഹിക്കവയ്യാതെ ആയിട്ട്
ഇടയ്ക്കിടയ്ക്ക് കുചേലനെ ഓർമ്മിപ്പിക്കുമായിരുന്നു, അങ്ങയുടെ സഹപാഠിയുമാണ്, അങ്ങയുടെ സുഹൃത്താണ് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അങ്ങ് ഒരിക്കലെങ്കിലും ഒന്ന് അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായോ? അന്ന് ഗുരുകുലം വിട്ടതിൽ പിന്നെ അങ്ങ് ചെന്ന് ഒന്ന് കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യത്തിന്, നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് അവിടുത്തോട് ഉണർത്തിച്ചാൽ എന്തെങ്കിലും അവിടുന്ന് സഹായിക്കാതിരിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും കുചേലൻ അതിലും യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. കാരണം സമ്പത്തിന് വേണ്ടി ഭഗവാനെ ഭജിക്കുക എന്നത് ഒരു ലക്ഷ്യമേ അല്ല കുചേലന് ആ ഭക്തിയുടെ ആനന്ദത്തിൽ മുഴുകി സർവ്വതും അവിടത്തേക്ക് ആത്മസമർപ്പണത്തോടുകൂടി അങ്ങനെ കഴിയുക, ആ ആനന്ദത്തിൽ ആറാടി കഴിയുക. അവിടെ മറ്റ് ലൗകികപരമായിട്ടുള്ള യാതൊരു വിഷമതകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നതേയില്ല. അപ്പോൾ ഇത് നിരന്തരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പത്നി ഇതൊക്കെ ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അതൊക്കെ ഒരു ഉദാസീന ഭാവത്തോടുകൂടി എടുത്ത് അങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കി. എന്നിരുന്നാലും ഒരു ദിവസം നിരന്തരമായിട്ടുള്ള പത്നിയുടെ ഈ അഭ്യർത്ഥന മാനിച്ച് ഭഗവാനെ ഒന്ന് അത്രയിടം വരെ ചെന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ചു. അത് സമ്പത്തിന് വേണ്ടി യാചിക്കാനും ഒന്നുമല്ല, ഭഗവാനെ ഒന്ന് ദർശിക്കാമല്ലോ, ആ ദർശന സൗഭാഗ്യം ഒന്ന് നുകരാം, അത്രയേ കരുതിയിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കുചേലൻ ദ്വാരകയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ യാത്ര പോകുന്നതിന് മുമ്പ് സുഹൃത്തിനെ ആയാലും ഗുരുവിനെ ആയാലും മറ്റ് ബന്ധുക്കളുടെ അടുത്തേക്കായാലും ദേവതയെ കാണാൻ പോവുകയാണെങ്കിലും ഒക്കെ വെറും കൈയോടെ പോകുന്ന പതിവില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അവിടത്തേക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇവിടെ തൻ്റെ ഗൃഹത്തിലാണെങ്കിൽ മുഴുപട്ടിണിയാണ്, യാതൊരു വസ്തുക്കളില്ല. അപ്പോൾ എന്താ ഉള്ളത് ഭഗവാന് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്ന് പത്നിയോട് അന്വേഷിച്ചപ്പോൾ അവിടെ യാതൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കൊണ്ടുപോകാതെയും പറ്റില്ല. അപ്പോൾ തന്നെ വൈകിട്ട് തന്നെ ആ കുചേലൻ്റെ ധർമ്മപത്നി സമീപത്തുള്ള ഗൃഹങ്ങളിലൊക്കെ പോയി യാചിച്ചു എന്തെങ്കിലും തരണേ എന്ന്. പക്ഷെ അവിടെ നിന്നെങ്ങും ഒന്നും കിട്ടിയില്ല. പക്ഷേ എന്തായാലും അവസാനം ഒരു ഗൃഹത്തിൽ നിന്ന് ലേശം നെല്ല് കിട്ടി, വളരെ കുറച്ച് നെന്മണികൾ. അത് കൊണ്ടുവന്ന് കുത്തി അവലാക്കി തൻ്റെ ചേലയിൽ ഒരറ്റം കീറി അതിനകത്ത് പൊതിഞ്ഞ് കുചേലൻ്റെ കയ്യിൽ കൊടുക്കുക അവിടെ പോകുമ്പോൾ കൃഷ്ണന് സമർപ്പിക്കുവാനായിട്ട്. കുചേലന് അത് എടുത്ത് തൻ്റെ മുണ്ടിൻ്റെ അറ്റത്ത് കെട്ടി അങ്ങനെ യാത്രയാവുകയാണ്. യാത്രാവേളയിലും വഴിയിലുടനീളം ഭഗവാനെ പറ്റിയുള്ള ചിന്ത മാത്രമാണ് കുചേലന്. ആ ഭഗവാന്റെ ദിവ്യമംഗളരൂപം ദർശിച്ചിട്ട് എത്ര നാളായി, എങ്ങനെയാണ് ദർശിക്കുമ്പോഴത്തെ ആ ഒരു ആനന്ദ നിർവൃതിയൊക്കെ ആലോചിച്ചും അതിലെ ആനന്ദം കണ്ടെത്തിയും അതിലിങ്ങനെ മുങ്ങിപ്പൊങ്ങി മുഴുകി അങ്ങനെ നാമസങ്കീർത്തനമൊക്കെ ആയിട്ട് അങ്ങനെ കുചേലൻ ദ്വാരകയിലേക്ക് ഗമിച്ചു. അങ്ങനെ ദ്വാരകയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ദ്വാരപാലകന്മാരൊക്കെ കുചേലനെ കണ്ടപ്പോൾ വളരെ പുച്ഛമാണ് തോന്നിയത്. കുചേലൻ എന്ന് പറയുന്നതിന് അറിയാം, ഈ കീറിപ്പറിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു വിഷാന്തേകിയെപ്പോലെ, ഒരു ഭിക്ഷുവിനെ പോലെ തോന്നിക്കുന്ന ഒരു സാധു ബ്രാഹ്മണൻ. അങ്ങനെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്താ വന്നത്? അപ്പോൾ കൃഷ്ണനെ കാണണം ആഗ്രഹം അറിയിച്ചു. പക്ഷേ യോഗ്യത ഉണ്ട്, നല്ല തേജസ്, മുഖത്താണെങ്കിൽ നല്ല അത്യധികം തെളിഞ്ഞ തേജസ് ഉണ്ട്. എന്താ കാര്യം എന്നപ്പോൾ കണ്ടാൽ മതി എന്നില്ല. എന്നാൽ തന്നെ ഇദ്ദേഹത്തിന് ആ ദ്വാരപാലകരൊക്കെ തന്നെ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു, കളിയാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവർക്ക് വേണമെങ്കിൽ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ തന്നെ മതിയാവും കുചേലൻ്റെ ആവശ്യത്തിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ മാളിക മുകളിൽ നിന്നും കുചേലൻ്റെ വരവ് കണ്ടു. ഉടൻ തന്നെ അവിടുന്ന് രുക്മിണി ദേവി ഈ ചാമരം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ തട്ടി മാറ്റി ധൃതിയിൽ അവിടുന്ന് ഒറ്റ ഓട്ടമാണ്. അപ്പോൾ എല്ലാവരും അതിശയിച്ചു, എന്താണ് ഇത്ര ഓടാനുള്ള കാര്യം? എല്ലാവരും പുറകെ ഓടി വന്നു. അപ്പോൾ ദൂരെ ഓടി വന്ന് കുചേലനെ കെട്ടി അങ്ങോട്ട് പിടിക്കുക, അങ്ങ് പൂർണ്ണമായിട്ട് ആശ്ലേഷിച്ച് ആ കെട്ടിപ്പിടുത്തത്തോടു കൂടി തന്നെ കുചേലൻ്റെ എന്താ പറയുക, ആ ഒരു നിർവൃതിയിൽ കുചേലൻ സ്വയം മതിമറന്നുപോയി. സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ ഭഗവാനാണ് തന്നെ വാരി പുണർന്നിരിക്കുന്നത്. അപ്പോൾ ആ അവസരത്തിൽ തന്നെ കുചേലന് കിട്ടേണ്ടതായിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ എത്തിച്ചേർന്നുവെന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. കുചേലൻ അങ്ങനെ സ്വയം മതിമറന്നിങ്ങനെ നിൽക്കുകയാണ്. ആരാണ് തന്നെ ആശ്ലേഷിച്ചിരിക്കുന്നത്?
സാക്ഷാൽ ലക്ഷ്മീപതി. ഇതിൽ പരമൊരു സൗഭാഗ്യം വേറെ ലഭിക്കാനുണ്ടോ? അവിടുത്തെ ഒന്ന് ദർശിക്കണം എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. ദർശിച്ചാൽ തന്നെ തൻ്റെ പഴയ കാലത്തെ സൗഹൃദമൊക്കെ അവിടത്തേക്ക് ഓർമ്മ ഉണ്ടാവുമോ ആവോ എന്നൊക്കെ ഉള്ള ഒരു വ്യാകുലതയിലായിരുന്നു കുചേലൻ്റെ വരവ് തന്നെ. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ തന്നെ മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, തന്നെ ഗാഠമായി ആശ്ലേഷണം ചെയ്തു. തൻ്റെ പരമഭക്തനായ ഭഗവാൻ തൻ്റെ പരമഭക്തനായ കുചേലനെ കണ്ടിട്ട് ഭഗവാൻ ആനന്ദക്കണ്ണീര് വരുന്നു. ഭഗവാൻ കണ്ണീര് പൊഴിക്കുന്നു. കുചേലന് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. തന്നെ എല്ലാം മറന്ന് തന്നിൽ പൂർണ്ണമായിട്ടും ശരണാഗതി ചെയ്തിരിക്കുന്ന ഭക്തനെ കാണുമ്പോൾ ഭഗവാനുണ്ടാകുന്ന ആ ആനന്ദം, അതാണ്. അങ്ങനെ ഭഗവാൻ കുചേലനെ കൂട്ടിക്കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി സപ്രമഞ്ചൽ കട്ടിലൊക്കെ ഇരുത്തി യഥാവിധി അതിഥി മര്യാദ, അതിഥി പൂജയൊക്കെ കഴിച്ച് കുചേലൻ്റെ പാദങ്ങളൊക്കെ എടുത്ത് താലത്തിൽ വെച്ച് ജലം കൊണ്ട് കാല് കഴിയിച്ച് അതൊക്കെ തുടച്ച് പാദപൂജയൊക്കെ ചെയ്ത് എന്നിട്ട് കുചേലൻ്റെ കൂടെ ഒപ്പം ഇരുന്നിട്ട് എത്ര നാളായി കണ്ടിട്ട്, എന്തൊക്കെയാണ് അങ്ങേക്ക് സുഖം തന്നെയാണോ, അങ്ങയുടെ വിവരമൊന്നുമേ തന്നെ അറിയാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ ഭഗവാൻ സാധാരണ കുശല പ്രശ്നങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കുചേലൻ്റെ ഒപ്പം ഇരിക്കുകയാണ്. എന്നിട്ട് അവർ പറയണം, അങ്ങയെപ്പറ്റിയുള്ള വിവരമൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അങ്ങ് ഗുരുകുലത്തിൽ വിട്ടേ പിന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പോഴാണ് കാണാനിടയായത്. എന്തൊക്കെയാണ് അങ്ങയുടെ വിശേഷമൊക്കെ പറയൂ. അങ്ങ് സ്വന്തം ഗൃഹത്തിൽ ചെന്നിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്കൊക്കെ പ്രവേശിക്കുകയുണ്ടായോ, വേളി കഴിച്ചോ, എങ്ങനെയൊക്കെയാണ്, സന്താനങ്ങളൊക്കെ ആയോ, അവരെങ്ങനെയൊക്കെ ഇരിക്കുന്നു അതൊക്കെ ചോദിച്ചു. കുചേലനെല്ലാം അതിന് വേളിയൊക്കെ കഴിഞ്ഞ കാര്യമൊക്കെ മറുപടി പറഞ്ഞുള്ളൂ. കുചേലന് അപ്പോഴും സ്തബ്ധനായിട്ട് ആ ഭഗവാന്റെ സാമീപ്യത്തിലും ഭഗവാന്റെ സ്പർശത്തിലും സ്പർശന സുഖത്താലും മതിമറന്നങ്ങനെ ഇരിക്കുകയാണ്. ആനന്ദ നിർവൃതിയിലാണ്ട് മറ്റൊന്നും പറയാനില്ല. അങ്ങനെ ഇരുന്നു. അങ്ങനെ പറഞ്ഞു അപ്പോൾ ഭഗവാൻ പഴയ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തു. പണ്ട് നമ്മൾ ഗുരുകുലവാസം ചെയ്തപ്പോൾ അന്ന് ഗുരുവിനെ സഹായിച്ച കാര്യങ്ങളും, അന്ന് ഭയങ്കരമായ മഴ ഉണ്ടാവുകയും പേമാരി പെയ്യുകയും ഇടിമിന്നലോടുകൂടിയ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ആവശ്യപ്രകാരം വിറക് ശേഖരിക്കാനായിട്ട് വനത്തിൽ പോയതും അവിടുന്ന് വിറകൊക്കെ ശേഖരിച്ച് വരുന്ന വഴിക്ക് മഴ കാരണം ഒരു വൃക്ഷത്തിൻ്റെ പൊത്തിൽ കയറിയിരുന്നതും അന്ന് തിരികെ എത്താൻ സാധിക്കാതെ വന്നതും. അപ്പോൾ അതാണ് അവിടുത്തെ ആ ഗുരുകാരുണ്യം കൂടി നോക്കണം. ആ ഗുരുവിനെന്ന് പറഞ്ഞാൽ, ഗുരുവിന് ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ്. അപ്പോൾ ഗുരു അവിടെ ഇല്ലാതെ എത്തിയിരുന്ന അവസരത്തിലാണ് ഗുരുപത്നി ഈ വിറക് കൊണ്ടുവരാൻ പറഞ്ഞത് ഈ കുട്ടികളോട്. അപ്പോൾ ഈ പിഞ്ചു ബാലന്മാരെ കാനനത്തിലേക്ക് അയച്ചു. ഗുരു തിരിച്ചു വന്നപ്പോൾ, മടങ്ങി വന്നപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് അന്വേഷിച്ചപ്പോൾ ഇവരിതുവരെ വിറകിനായി പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗുരു ഇവരെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വനത്തിൽ വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഗുരുവിന് ഇവർ കുഞ്ഞുങ്ങളല്ലേ, ഇവരെ എന്തിനാണ് വിട്ടത് എന്നൊക്കെ ഗുരുപത്നിയോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരു അന്വേഷിച്ച് വരുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ മഴ കാരണം ഈ പൊത്തിൽ കയറിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ് ഇവർക്ക് ആ ഗുരുവിന് വളരെ അത്യധികം സങ്കടവും അതേസമയം തന്നെ ഇവരെ ഓർത്ത് ഇവരോടുള്ള വാത്സല്യവും ഒക്കെ ആയിട്ട് ഗുരുവിന് ആനന്ദ കണ്ണീറും എന്താണെന്ന് പറയാൻ വയ്യാത്തൊരു അവസ്ഥ. അപ്പോൾ അങ്ങനെ തന്നെ ഗുരു മനസ്സാ തന്നെ അപ്പോൾ തന്നെ ആ ഗുരുവിൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം രണ്ടുപേരിലേക്കും എത്തിച്ചേർന്നു. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഗുരുഭക്തിയിലുള്ള ആ പരിപൂർണമായ ഗുരുഭക്തി അത് ഈ രണ്ടുപേരിലും ഉണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, ആ കുചേലൻ വാസ്തവത്തിൽ ദരിദ്രനാണോ? തീർച്ചയായും അല്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം സമ്പത്തൊരു മാനദണ്ഡമാക്കി വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഒരു പക്ഷേ ദരിദ്രനെന്ന്. പക്ഷേ യഥാർത്ഥ സമ്പത്ത് എന്താണ് ഇവിടെ? ആ നിഷ്കളങ്കമായ ഭക്തിയാണ്. ഗുരുവിനോടും ഈശ്വരനോടും ഉള്ള പരിപൂർണമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി, അതുതന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ടുപേരും രണ്ട് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവരാണ്. ഒന്ന് ഇങ്ങേയറ്റത്ത് ലൗകിക സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കുചേലൻ വളരെ ദരിദ്രനാണെന്ന് പറയാം. മറ്റേ സൈഡിലോ ഭഗവാൻ സർവജ്ഞനും സാക്ഷാൽ ലക്ഷ്മീപതിയും സർവ്വ സൗഭാഗ്യങ്ങളുടെയും ഉറവിടവും വിളനിലവും ഒക്കെ ആയിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ പക്ഷേ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ അവരുടെ ഗുരുഭക്തിയും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ
ആ ഗുരുവിൻ്റെ പരിപൂർണമായ അനുഗ്രഹം അവർക്ക് രണ്ടുപേർക്കും ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായ ശേഷം ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയമായപ്പോൾ വാസ്തവത്തിൽ ഗുരുവിന് അറിയാം തൻ്റെ ശിഷ്യൻ ഭഗവാനെ പറ്റി നല്ലവണ്ണം അറിയാം. ആരാണ് ആൾ, ചില്ലറക്കാരനല്ല, ആൾ സാക്ഷാത് ഈശ്വരനാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുദക്ഷിണയായിട്ട് ആവശ്യപ്പെട്ട് സന്ദീപനി മഹർഷിയുടെ മരിച്ചുപോയ മകനെ തിരികെ ലഭിക്കുവാനായിട്ടാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ ആവശ്യം പരിപൂർണ സന്തോഷത്തോടു കൂടി തന്നെ ഭഗവാൻ സ്വർഗലോകത്തു നിന്നും ഗുരുവിൻ്റെ പുത്രനെ മടക്കിക്കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായിട്ട് സമർപ്പിച്ചു. അത് സമർപ്പിക്കുമ്പോഴും കുചേലനൊന്നും തന്നെ ഇല്ലല്ലോ കയ്യിൽ, ദരിദ്രനാണല്ലോ പണ്ട് തന്നെ. അപ്പോൾ കുചേലനെയും കൂടി മുന്നിൽ നിർത്തിയിട്ട് പുറകിൽ നിന്ന് അങ്ങനെ, അപ്പോൾ അത് കുചേലനും ഉൾപ്പെടെ ഗുരുദക്ഷിണ കൊടുത്തായിട്ട് എന്നൊരു സപ്താഹത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സപ്താഹ വേളയിൽ ഈ കുചേലോപാഖ്യാനം വായിക്കുന്ന അവസരത്തിൽ ഈ കുചേലോപാഖ്യാനം, കുചേലൻ്റെ സദ്ഗതി, കുചേലൻ്റെ ഗതിയൊക്കെ, ഈ കുചേല സുധാമാചരിതമൊക്കെ കേൾക്കുന്ന അവസരത്തിൽ കണ്ണുനീര് വിടാണ്ട് അത് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിലേക്കൊരു അവാച്യമായിട്ടുള്ള ഒരു 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 അനുഭൂതി വന്ന് നിറയും. അതിൽ അങ്ങനെ അത്ര കണ്ട് ഇൻവോൾവായിട്ട് അത് ശ്രദ്ധിച്ച് ശ്രവണം ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഈ കാര്യങ്ങൾ ഈ ബാല്യകാലത്ത് ഗുരുകുലവാസത്തിലെ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് മനസ്സിലായി, തൻ്റെ ഭഗവാൻ സർവജ്ഞനായ ഭഗവാൻ അറിയാം സുഹൃത്ത് എന്തിനാണ് വന്നിരിക്കുന്നത്, കുചേലൻ എന്തിനാണ് തന്നെ തേടി വന്നത്. കുചേലന് ഒരു ജാഡ്യത കാരണം തൻ്റെ അവസ്ഥയെപ്പറ്റി പറയാനും, വളരെ പരിതാപകരമായ അവസ്ഥയാണല്ലോ, ദാരിദ്ര്യത്തെപ്പറ്റിയൊക്കെ പറയാനും ഒക്കെ ജാഡ്യതയുണ്ട്, അതുമൊക്കെ അറിയാം. അപ്പോൾ ഭഗവാൻ അത് മുൻകൂട്ടി തന്നെ അത് അറിഞ്ഞിട്ട്, ആട്ടെ എന്നെ കാണും, വളരെ നാൾക്ക് ശേഷം വന്നതല്ലേ അങ്ങ്, എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ അവിൽപ്പൊതി ഇത് എങ്ങനെ കൊടുക്കും ഭഗവാന്, സാക്ഷാൽ ലക്ഷ്മിപതിയായ ഭഗവാന് എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ഈ എളിയതായിട്ടുള്ള ഈ ഉപഹാരം എങ്ങനെ ഭഗവാന് സമർപ്പിക്കും എന്ന് കരുതി ഇങ്ങനെ ജാഡ്യതയോടെ ഇരിക്കുമ്പോഴാണ് മറിച്ചൊക്കെ ആദ്യം പിടിച്ചു എടുക്കും. ഭഗവാൻ അത് കണ്ടുപിടിച്ച് തട്ടിപ്പറിച്ച് എടുത്തു. അത് മടിക്കുത്തിൽ നിന്നും ആ അവിൽപ്പൊതി എടുത്ത് ഭഗവാൻ അത് അവൽ തുറന്നു നോക്കി. അത് അവൽ, എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു പദാർത്ഥം വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉടൻ തന്നെ അതിൽ നിന്ന് ഒരു പിടി വാരി കഴിക്കുകയുണ്ടായി. കഴിച്ചു കഴിഞ്ഞ് സ്വാദിഷ്ടമായിട്ട് അതങ്ങനെ അവിടുന്ന് ആനന്ദത്തോടുകൂടി കഴിച്ചു കഴിഞ്ഞ് അടുത്ത പിടി വാരാനായിട്ട് കൈ വെച്ചപ്പോഴത്തേക്കും സാക്ഷാൽ ലക്ഷ്മി ദേവിയായ രുക്മിണി ദേവി വന്ന് ഭഗവാന്റെ കൈക്ക് പിടിക്കുകയാണ്. അതായത് എന്നിട്ട് ഒരു നോട്ടം ഉണ്ട് ഭഗവാനോട്. ആ നോട്ടത്തിൻ്റെ അർത്ഥം അങ്ങ് ഒരു പിടി അവൽ കുചേലനിൽ നിന്നും വാങ്ങി കഴിച്ചപ്പോഴോട് തന്നെ കുചേലന് ലഭിക്കേണ്ടതായിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും ഓൾറെഡി അവിടെ കുചേലന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പിടി കൂടി വാരിക്കഴിച്ചാൽ ഞാൻ ഉൾപ്പെടെ കുചേലൻ്റെ ദാസിമാരായിട്ട് പോകേണ്ട അവസ്ഥ വരും. അതുമാത്രമല്ല, കുചേലന് എത്രയൊക്കെ സമ്പത്ത് താങ്ങാനുള്ള കഴിവും കൂടി ഉണ്ടോ എന്നും കൂടി ഉള്ളതുകൂടെ ചിന്തിക്കേണ്ടത്. അതൊക്കെ ആയിരിക്കണം ആ അർത്ഥം, ആ നോട്ടത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലാവുകയും ഭഗവാനത് ബാക്കിയത് പ്രസാദമായിട്ട് എന്ന രീതിയിൽ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ പരിലാളനയിൽ അന്ന് അവിടെ കുചേലൻ സുഖമായിട്ട് കുചേലൻ്റെ കീറിപ്പറിഞ്ഞ വസ്ത്രമൊക്കെ മാറ്റി ഭഗവാൻ കൊടുത്ത പട്ടുടയാടുകളൊക്കെ ധരിച്ച് സുഖമായിട്ട് സപ്രപഞ്ചത്തിലൊക്കെ നല്ല മെത്തയിലൊക്കെ ആയിട്ട് അന്ന് അവിടെ ആഹാരമൊക്കെ കഴിഞ്ഞ് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് തിരിച്ച് പോകാനായിട്ട് അവിടെ സമയം വന്നു. അപ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം അപ്പോഴും കുചേലൻ യാതൊന്നും തന്നെ ആവശ്യങ്ങൾ ഉണർത്തിച്ചില്ല ഭഗവാനോട്. ആ ഭഗവാനെ കണ്ടതിൻ്റെ ആ ഒരു ലഹരിയിൽ, ആനന്ദ ലഹരിയിൽ ഇങ്ങനെ മുഴുകി കഴിയുകയായിരുന്നു. പക്ഷേ സർവജ്ഞനായ ഭഗവാന് അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ കുചേലൻ മാത്രമല്ല, കുചേലൻ്റെ ധർമ്മപത്നി ആ അമ്മയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പതിവ്രത രത്നമായിട്ട് ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവിൻ്റെ ആ ദാരിദ്ര്യമാണെങ്കിൽ ആ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി യാതൊരു എതിരഭിപ്രായങ്ങളും ഒന്നുമില്ലാതെ തന്നെ അത് അനുഭവിച്ച് ആ ഭക്തിയോടുകൂടി കഴിയുന്ന ഒരു സാധു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ പ്രേരണ നിമിത്തമാണല്ലോ കുചേലൻ ഇവിടേക്ക് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അത് പറഞ്ഞു വിട്ടിരിക്കുന്നത്, എന്തിനാണ് അവിടുന്ന് വന്നതെന്നും ഒക്കെ അവിടത്തേക്ക് അറിയാൻ വയ്യാത്തതായി യാതൊന്നുമില്ല. അപ്പോൾ ഭഗവാൻ അത് അറിയാവുന്നതുകൊണ്ട് ഭഗവാൻ വേണ്ട വിധം യാത്ര അയച്ചു. അതുമാത്രമല്ല, ഈ കുചേലന് അവിടെ കുചേലനിപ്പോൾ സമ്പത്തിലൊന്നും വലിയ താല്പര്യമില്ലെങ്കിൽ തന്നെയും
കുചേല പത്നിക്ക് സമ്പത്ത് കിട്ടിയത് താങ്ങാൻ ആവുന്നതിലും അധികമായിട്ടുള്ള സമ്പത്താണ് ലഭിച്ചിരിക്കുന്നത്. അത് താങ്ങാനും പത്നിയെ സർവ്വതും മതിമറന്ന് ഒരു അങ്കലാപ്പിലോ ഒരു അന്താളിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് കുചേലനെ തൻ്റെ സ്വഭവനത്തിലേക്ക് പറഞ്ഞയച്ചാൽ ആ പത്നിക്ക് ഒരു ആശ്വാസവുമാവത്തുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരിക്കും പത്നി. അപ്പോൾ അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് യാത്ര അയച്ചു. ഭഗവാൻ ആദ്യം നമസ്കരിച്ചു. പിന്നെ ദ്വാരകാവാസികൾ അവരൊക്കെ കുചേലൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. കുചേലന് തിരിച്ചൊന്ന് നമസ്കരിക്കാൻ പോലും സമയം കിട്ടാതെ മറ്റുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ നമസ്കരിക്കുക ആ ഭക്തനെ. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭഗവാനെ ഭജിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ഭക്തന്മാരെ ഭജിക്കുക എന്നുള്ളത്. ഭഗവാനും ഭക്തനും വാസ്തവത്തിൽ രണ്ടല്ല, ഒന്നാണ്. അപ്പോൾ ആ തത്വം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കുചേലൻ തിരിച്ച് യാത്രയായി തൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഗ്രാമത്തിനൊക്കെ ആകമാനം ഒരു മാറ്റം. തൻ്റെ ഗൃഹമിരുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ തൻ്റെ ഗൃഹം കാണാനില്ല. ഒരു മണിമാളികയാണ് അവിടെ ആ സമയത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ ആശ്ചര്യം. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അന്താളിച്ച് വഴി തെറ്റിയോ തനിക്ക് എന്നൊക്കെ കരുതി തിരിച്ചു പോരാനോ എങ്ങനെയൊക്കെ ഭാവിച്ചിരിക്കുമ്പോൾ പരിവാര സമേതം തൻ്റെ ധർമ്മപത്നി സുന്ദരമായ പട്ടുവസ്ത്രങ്ങളാലൊക്കെ അലങ്കരിക്കപ്പെട്ട തോഴിമാരോടൊക്കെ കൂടി സർവാഭരണ ഭൂഷിതയായി ഇങ്ങനെ ഇറങ്ങി വരുന്നു കുചേലനെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ കുചേലനോട് പറഞ്ഞു. അപ്പോൾ തന്നെ കുചേലന് കാര്യം മനസ്സിലായി. തൻ്റെ ഭഗവാൻ സ്വയം അറിഞ്ഞ് തനിക്ക് തന്നിട്ടുള്ളതാണ് ഇതെല്ലാം, ഈ ഐശ്വര്യത്തിൻ്റെയൊക്കെ കാരണം. ഇതും ഭഗവാന്റെ ഒരു ലീല തന്നെ. അത് ഓർത്ത് ഉള്ളിൽ സന്തോഷം ഉണ്ടാവുകയും ഭഗ്നിയോടൊപ്പം ഗൃഹത്തിൽ പ്രവേശിക്കുകയും ഈ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും കണ്ട് കുചേലൻ അത്ര കണ്ട് മതിമറന്ന് ഉന്മത്തനൊന്നും ആയില്ല. കുചേലൻ പരമഭക്തനായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്പത്തും ഐശ്വര്യവും എല്ലാം ഭഗവാൻ തനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് മനസ്സിൽ ഓർക്കുകയും തനിക്ക് ഇത്രനാളും സമ്പത്തൊന്നും തരാതെ ഇരുന്നത് താനൊരു പക്ഷേ സമ്പത്തിൽ മതിമറന്ന് അധപ്പതിച്ച് അഹങ്കാരം വർദ്ധിച്ച് അങ്ങനെ ഭക്തിയിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അധപ്പതിച്ച് തൻ്റെ അധപ്പതനത്തിന് കാരണമായേക്കുമോ എന്ന് കരുതിയിട്ടാവണം. അല്ലാതെ ഭക്തവത്സലനായ ഭഗവാൻ ഒരിക്കലും ഇങ്ങനെ ദാരിദ്ര്യം മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല എന്നൊക്കെ ഓർക്കുകയും തനിക്ക് ഇനി മേലാലും ഈ സമ്പത്ത് കൊണ്ടൊന്നും അല്ല കാര്യം, തനിക്ക് ഭക്തിയാണ് പ്രധാനം. അങ്ങനെ ആ ഭഗവത് ഭക്തിയിൽ തന്നെ മുഴുകി തുടർന്നുള്ള ജീവിതകാലം കഴിയുവോളവും ഭഗവത് ഭക്തിയോടുകൂടി തന്നെ കഴിഞ്ഞ് അങ്ങനെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ വിഷ്ണുപദത്തിൽ സായുജ്യം നേടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു തത്വം, സമ്പത്ത് എന്ന് പറയുന്നത് വെറും പരമായിട്ടുള്ള സമ്പത്ത്. ഇപ്പോൾ നമ്മുടെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ വീട്, ധാരാളം സ്വത്ത്, ധാരാളം ബാങ്ക് ബാലൻസ്, നല്ല രീതിയിൽ വരുമാന സ്രോതസ്സുകൾ, ബിസിനസ്, അല്ലെങ്കിൽ നല്ല ഉദ്യോഗം, കാറ്, ബംഗ്ലാവ്, പരിചരിക്കാനൊക്കെ ആൾക്കാർ, അങ്ങനെ ഒരു ലക്ഷൂറിയസ് ലൈഫ്, അങ്ങനെ ഒരു ഇതല്ല വാസ്തവത്തിൽ. അത് ശരിക്കും തെറ്റാണ്. അതൊക്കെ തന്നെ എത്ര നാളത്തേക്ക് നിലനിൽക്കും? അതൊന്നും ശാശ്വതമല്ല. അപ്പോൾ ശാശ്വതമായ ഒരേ ഒരു സമ്പത്ത് ഭഗവാന്റെ ഭക്തി സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ ശാശ്വതമായിട്ട് നമുക്ക് നിത്യമായിട്ടുള്ള ദുഃഖനിവൃത്തിക്കും ആനന്ദത്തിനും ഹേതുവായിത്തീരുന്നത്. നമ്മൾ അവസാനം ആ മോക്ഷത്തിലേക്ക്, ആ ഭഗവാന്റെ പദത്തിലേക്ക്, വിഷ്ണുപദത്തിലേക്ക് എത്തിച്ചേരുവാൻ കാരണമാകുന്നത് ഭക്തി കൊണ്ടുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാതലായ തത്വം. എന്നിരുന്നാലും നമ്മുടെ ഇഹലോകത്തെ വാസത്തിന് ദാരിദ്ര്യ ദുഃഖങ്ങളും മറ്റ് അനവധി ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതാണ്. അതൊക്കെ ഭഗവാൻ അറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ തന്നെ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഭക്തിക്ക് മാറ്റാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അപ്പോൾ ഭഗവാങ്കലുള്ള അചഞ്ചലമായ ഭക്തി കൊണ്ട് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യ ദുഃഖങ്ങളും ഒക്കെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. തന്നെ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ അഭയം പ്രാപിച്ചിരിക്കുന്ന ഭക്തൻ്റെ സങ്കടം ഭഗവാൻ അറിയില്ല എന്ന് വരുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നമ്മൾ ആ ഭഗവാന്റെ തലത്തിലേക്ക് ഉയരണം. അചഞ്ചലവും നിഷ്കളങ്കവുമായ ഭഗവത് ഭക്തി കൊണ്ട് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ കുചേല ദിനം എല്ലാ വർഷവും ഭക്തജനങ്ങൾ
ആചരിച്ചു വരുന്നുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, വിഷ്ണു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രധാനമായും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അന്ന് അവൽക്കിഴി സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വളരെ ഭക്തിപൂർവം വളരെ സിമ്പിളായിട്ട് നമ്മളിലുള്ള അഹങ്കാരത്തെയൊക്കെ തിരിച്ച് താൻ വലിയ കേമനാണെന്നൊക്കെയുള്ള ആ കേമത്വമൊക്കെ കളഞ്ഞ് എല്ലാം തന്നെ ഭഗവാനിൽ അർപ്പിച്ച്, തൻ്റെ മനസ്സ് പരിപൂർണമായി ഭഗവാനിൽ അർപ്പിച്ച്, ഭഗവാൻ തന്നെയാണ് എല്ലാം നോക്കി നടത്തുന്നതും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒക്കെ എല്ലാ ഐശ്വര്യത്തിനും സർവ്വതിനും ആധാരഭൂതനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നാമസങ്കീർത്തനമൊക്കെ ചെയ്ത് ഭഗവാൻ നാമമൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി വളരെ ഭക്തിയോടുകൂടി, അതായത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അണിഞ്ഞൊരുങ്ങി ഒരു കല്യാണത്തിനുമൊക്കെ പോകുന്ന പോലെ ഉള്ള രീതിയിലായിരിക്കരുത്. വളരെ എളിമയോടുകൂടി മാന്യമായി ലളിതമായിട്ട് ഉള്ള വസ്ത്രങ്ങളൊക്കെ, ശുദ്ധമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അന്ധകരണ ശുദ്ധിയൊക്കെ വരുത്തി അകമേക്കും പുറമേക്കുമൊക്കെ ഉള്ള പരിപൂർണ ശുദ്ധിയോടുകൂടി പരിപൂർണ ഭക്തി ഭാവത്തോടുകൂടി ഭഗവാനിൽ സർവദാ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. അവിടുത്തേക്ക് അറിയാൻ വയ്യാത്തതായിട്ട് എന്താണ് ഈ ലോകത്തിലുള്ളത്? എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ തന്നെ ഭഗവാന് അറിവുള്ളതാണല്ലോ. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി അടിയനിത ആശ്രയം പ്രാപിക്കുന്നു. അവിടുന്ന് മാത്രമേ ഉള്ളൂ അടിയങ്ങൾക്ക് ഏക ആശ്രയം. അതുകൊണ്ട് അവിടുന്ന് കൈവിടിയരുതേ. അവിടുന്ന് അടിയൻ്റെ കഷ്ടപ്പാടുകളുമൊക്കെ ദൂരീകരിച്ച് അവിടുത്തെ കൃപ അടിയനിൽ ചൊരിയണമേ എന്നുള്ള ആ പരിപൂർണമായിട്ടുള്ള ഭക്തി പ്രാർത്ഥനയോടുകൂടി അവൽക്കിഴി സമർപ്പിച്ചതിന് ശേഷം അത് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം അവൽ നിവേദ്യമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും അത് പ്രസാദമായിട്ട് ലഭിക്കുന്നതാണ്. അത് തിരികെ കൊണ്ടുവന്ന് കുടുംബത്തിലുള്ള മറ്റുള്ളവരുമായിട്ടുമൊക്കെ പങ്കുവെച്ച് കഴിക്കുക. കൂടാതെ അന്നേ ദിവസം ശ്രീമദ് ഭാഗവതത്തിലോ അല്ലെങ്കിൽ ശ്രീമദ് നാരായണീയത്തിലോ കുചേലോപാഖ്യാനം ആ ഭാഗമൊക്കെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് പാരായണം ചെയ്യുക. ഭഗവാന്റെ ലീലാവിലാസങ്ങളെയും ഭക്തി മാഹാത്മ്യത്തെയും ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തെയും ഒക്കെ അനുസ്മരണം ചെയ്ത് ഭക്തിയോടുകൂടി കഴിഞ്ഞുകൂടുക. നിങ്ങൾ പരിപൂർണമായിട്ട് ഭഗവാനിൽ ഇതുപോലെ ആശ്രയം പ്രാപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഒരു കാലത്തും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അത് ഉറപ്പായിട്ടും തന്നെ വിശ്വസിച്ചോളൂ. അവിടുന്ന് നിങ്ങളുടെ ന്യായമായ ഏതാവശ്യത്തെയും അവിടുന്ന് അനുഗ്രഹിച്ച് തരിക തന്നെ ചെയ്യും. ഏവരുടെയും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മാറി അധികം താമസമില്ലാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും. ഏതാണ്ട് ഒരു വർഷത്തിനകം തന്നെ നോക്കിക്കോളൂ, ഇതിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നതായിരിക്കും. ഏവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാങ്കൽ ഉറച്ച അചഞ്ചലമായ ഭക്തി വർധനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ തന്നെ കൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭക്തചരണങ്ങളിൽ പ്രണാമം, ഭാഗവത ചരണങ്ങളിൽ പ്രണാമം, ഭഗവത് ചരണങ്ങളിൽ പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ജയ് ഗുരു.